ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ ലുലു സ്പൈസി കുക്കിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ ഇവിടെ വന്നിരിക്കുന്ന ഒരു അടിപൊളി നാസ്തയായിട്ടാണ് ചിക്കൻ മക്രോണി കക്കം. ഇത് മക്രോണിയുടെ കൂടെ ചിക്കനൊക്കെ ചേർത്തുണ്ടാക്കുന്ന വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റാണ്. അപ്പോൾ നമുക്കൊന്ന് ഉണ്ടാക്കി നോക്കാം. അതിനായി ഞാനൊരു പാത്രത്തിൽ കുറച്ച് വെള്ളം വെച്ച് തിളപ്പിച്ചിട്ടുണ്ട്. നേരെ ഉപ്പൊക്കെ ഇട്ട് നന്നായി തിളച്ച് വന്ന വെള്ളത്തിലേക്ക് ഞാനൊരു 300 ഗ്രാമോളം മക്രോണി ഇട്ട് മെല്ലെ ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. ഇനി അതിലേക്ക് ഒരു 1.5 ടീസ്പൂണോളം ഓയിലും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. കാരണം നമ്മുടെ മക്രോണി ഇങ്ങനെ പരസ്പരം ഒട്ടിപ്പിടിക്കാതിരിക്കാനും പെട്ടെന്ന് വേവായി സോഫ്റ്റായി വരാനൊക്കെ ഇങ്ങനെ ചെയ്താൽ മതി. അപ്പോൾ ഇപ്പോൾ ഒരു 5 മിനിറ്റൊക്കെ കഴിഞ്ഞ് കാണും. നമ്മുടെ മക്രോണി ഒരു മീഡിയം സൈസിൽ വേവായി വന്നിട്ടുണ്ട്. ഇപ്പോൾ നമുക്കൊരു അരിപ്പ പാത്രത്തിലേക്ക് ഇതിനെ മാറ്റി കൊടുക്കാം. ഇങ്ങനെ വേവിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നന്നായി അടിയുന്ന തരത്തിൽ വേവായി എടുക്കരുത്. കാരണം ചിക്കനൊക്കെ ചേർത്ത് പിന്നെ നമ്മൾ മിക്സ് ചെയ്യുമ്പം ഈ മക്രോണി നന്നായി പൊടിഞ്ഞു പോവും. അപ്പോൾ ഈ ഒരു മീഡിയം സൈസിൽ എടുക്കാൻ ശ്രദ്ധിക്കണം. ഇനി നമുക്ക് ചിക്കൻ കക്കൊന്ന് റെഡിയാക്കി എടുക്കാം. അതിനായി ഞാൻ ഒരു 500 ഗ്രാം ചിക്കനാണ് എടുത്തിട്ടുള്ളത്. ഉപ്പും മഞ്ഞളൊക്കെ ചേർത്ത് ഞാൻ നേരത്തെ ഒന്ന് വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ എല്ലൊക്കെ നീക്കി ഞാൻ അതിൻ്റെ ചിക്കൻ്റെ എല്ലൊക്കെ നീക്കിയിട്ടുള്ള ഭാഗം ഞാൻ ചെറിയ കഷ്ണങ്ങളാക്കി ഒരു ബൗളിൽ എടുത്ത് വെച്ചിട്ടുണ്ട്. അതേപോലെ ചിക്കൻ്റെ സ്റ്റോക്കും ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. കാരണം ഞാൻ ചിക്കൻ്റെ കക്കം തയ്യാറാകുമ്പം വെള്ളം ചേർക്കുന്നത് കേട്ടോ. ഈ സ്റ്റോക്ക് ചേർത്താണ് ഞാൻ ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ പാന് റെഡി ആയിട്ടുണ്ട്. നമുക്കതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മുടെ ചിക്കൻ കറിയൊക്കെ ഉണ്ടാക്കുന്ന പോലെ തന്നെ വെജിറ്റബിൾസൊക്കെ താളിച്ചെടുക്കുക. ഞാനിതിലേക്ക് ഒരു 2 മീഡിയം സൈസിലുള്ള ഉള്ളിയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. നന്നായി ഒന്ന് വഴറ്റിയെടുക്കുക. ഇനി നമുക്കിതിലേക്ക് അതേപോലെ മീഡിയം സൈസിലുള്ള 2 തക്കാളി, പഴുത്ത തക്കാളി ഒന്ന് ചേർത്ത് കൊടുക്കുക. ഇനി നമുക്കിതിലേക്ക് 2 പച്ചമുളകും പിന്നെ ഒരു കഷ്ണം ഇഞ്ചി പേസ്റ്റാക്കിയതും ഒരു 6-7 അല്ലി വെളുത്തുള്ളി പേസ്റ്റാക്കിയതും കൂടി ചേർത്ത് കൊടുക്കണം. ഇനി നന്നായി ഒന്ന് മിക്സ് ചെയ്യുക. ഇനി നമുക്കിതിലേക്ക് കുറച്ച് കറി ലീവ്സും കൂടി ഇട്ട് കൊടുക്കണം കേട്ടോ. എല്ലാം കൂടി നന്നായി മിക്സ് ചെയ്ത് നമുക്കിനി പൊടികളൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കാം. ഇതിനായി ഞാൻ 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതേപോലെ 2 ടീസ്പൂണോളം മുളക് പൊടി, ഒരു 3 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, ഞാൻ വറുത്ത് പൊടിച്ച മല്ലിപ്പൊടി ഇട്ടാണ് യൂസ് ചെയ്യുന്നത്. പിന്നെ ഒരു 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്, ഇവയൊക്കെ ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്യാം. നന്നായി മിക്സായി കഴിഞ്ഞാൽ നമുക്കിനി നമ്മുടെ ചിക്കൻ സ്റ്റോക്ക് ഒന്ന് ഒഴിച്ചു കൊടുക്കാം. അതായത് തീരെ വെള്ളം ചേർക്കരുത്. ഈ ചിക്കൻ സ്റ്റോക്ക് മാത്രമേ ഞാൻ യൂസ് ചെയ്യുന്നുള്ളൂ. തിക്കായി കിട്ടണം നമ്മുടെ കക്കം. അപ്പോൾ ഇത്രയും സ്റ്റോക്കിനുള്ള വെള്ളം മതിയാവും. കൂടുതൽ വെള്ളമായ ആ കക്ക ലൂസായി പോവും. അപ്പോൾ ഇത്രയും വെള്ളം മതിയാവും കേട്ടോ. ഇപ്പോൾ നമ്മുടെ ചിക്കൻ കറിയൊക്കെ നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ മാറ്റി വെച്ച ചിക്കൻ ഒന്ന് ചേർത്ത് കൊടുക്കാം. നന്നായി മിക്സ് ചെയ്ത് നമുക്കൊന്ന് മൂടി വെച്ച് ലോ ഫ്ലെയിമിൽ ഒരു 5 മിനിറ്റ് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ ഒരു 5 മിനിറ്റൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. നമുക്കൊന്ന് നോക്കാം. നമ്മുടെ ചിക്കൻ്റെ കറിയൊക്കെ നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് മാറ്റി വെച്ച മക്രോണി ഒന്ന് ചേർത്ത് കൊടുക്കാം. ഇങ്ങനെ മക്രോണി ചേർത്തുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഓയിൽ ഒഴിച്ച് വളരെ സോഫ്റ്റാണ്. അതുകൊണ്ട് ഇതേപോലെ സോഫ്റ്റായിട്ട് തന്നെ ഇങ്ങനെ ചേർത്ത് കൊടുക്കണം കേട്ടോ. ഇങ്ങനെ ഒന്നായിട്ട് മിക്സ് ചെയ്ത് ഇത് ഓരോ ഭാഗം വെച്ച് ഇങ്ങനെ കുറച്ചായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഇപ്പോൾ മുഴുവനായി ഞാൻ മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ഇനി നമുക്ക് കുറച്ച് തേങ്ങ ഇതിലേക്ക് ചേർക്കണം. അത് ഒരു തേങ്ങയുടെ ഒരു മുറിയോളം എടുത്ത് ഞാൻ അരച്ച് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഞാൻ 1 ടേബിൾ സ്പൂൺ ജീരകവും ഒരു 2-3 ചെറിയുള്ളിയൊക്കെ ചേർത്ത് അരച്ചിട്ടുള്ളതാണ് കേട്ടോ. അതൊന്ന് നമ്മൾ നന്നായി ചേർത്ത് കൊടുക്കുക.
ഇതേപോലെ ഓരോ ഭാഗം ഇങ്ങനെ ചേർത്ത് ഇപ്പോൾ ഒന്നായിട്ട് ഞാൻ ചേർത്ത് കഴിഞ്ഞു. ഇനി നമുക്കത് അടച്ച് വെച്ച് കുറച്ച് നേരം ഒന്ന് ലോ ഫ്ലെയിമിൽ വെച്ച് വെയിറ്റ് ചെയ്യാം. ഇപ്പം മക്രോണി റെഡിയാണ്. നമ്മുടെ തേങ്ങ ഒക്കെ നല്ല ചിക്കൻ്റെ കൂടെയൊക്കെ മിക്സായി വന്നിട്ടുണ്ട്. അവിടെ ഡ്രൈ ആയി ഈ ഒരു ഫോമിൽ നമുക്കിതൊന്ന് ഇറക്കി വെക്കാം. ഇനി ഇതിലേക്ക് ഞാൻ ചെറിയൊരു പാന് വെച്ച് 1 ടേബിൾ സ്പൂൺ നെയ്യും ചെറിയ ഉള്ളി ചെറുതായി അരിഞ്ഞ് 2-3 ചെറുള്ളി എടുത്തിട്ടുണ്ട്. അതും കൂടി ഒന്ന് മൂപ്പിച്ച് നമുക്കിതിലേക്ക് ഒന്ന് ഒഴിച്ചു കൊടുക്കാം. നന്നായി ബ്രൗൺ നിറമൊക്കെ ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ഒഴിച്ചു കൊടുക്കുക. കാരണം ഇതിൽ നല്ലൊരു സ്മെല്ലായി കിട്ടണേ ഇങ്ങനെ ഒഴിക്കണം കേട്ടോ. അപ്പോൾ നമ്മുടെ ചിക്കൻ മക്രോണി ഇവിടെ റെഡിയാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ചിക്കൻ ചേർത്തുകൊണ്ട് നമ്മുടെ മക്കൾക്കൊക്കെ നന്നായി ഇഷ്ടപ്പെടും. അതുകൊണ്ട് എല്ലാവരും ട്രൈ ചെയ്യുക. എൻ്റെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതേപോലെ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും കൂടി മറക്കരുത്. അടുത്ത വീഡിയോയുടെ വീണ്ടും കാണാം. അതുവരെ ബായ്.